പ്രൈസറോ കർത്താവിൻ്റെ അതിപരസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലൊരു സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിൻ്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന ഭാഗം വായിക്കുന്നു. ഉത്തമഗീതം 1-ാം അധ്യായം എൻ്റെ 8-ാമത്തെ വാക്യം. സ്ത്രീകളിൽ അതിസുന്ദരിയെ നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാൽച്ചുവടെ തുടർന്ന് ചെന്ന് ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ നിന്റെ കുഞ്ഞാടുകളെ മേയിക്കുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഉത്തമഗീതം എന്ന് പറയുന്ന പുസ്തകം, വേദപുസ്തകത്തിനകത്ത് വളരെ അതിപ്രാധാന്യം അർഹിക്കുന്നതും ക്രിസ്തുവും സഭയും എന്നുള്ള വിഷയത്തെക്കുറിച്ച് അതിശക്തമായ രീതിയിൽ ഹല്ലേലൂയ ശലോമോൻ ശൂനേക്കാരി എന്ന് പറയുന്ന ഈ രണ്ട് വ്യക്തികളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ശക്തമായ സന്ദേശദൂതുകളാണ്. ആത്മീയമായി നാം പ്രാർത്ഥനയോടെ വായിച്ച് മുന്നോട്ട് വരുമ്പോഴാണ് ഈ വചനത്തിൻ്റെ ആധികാരികമായ മർമ്മങ്ങളൊക്കെ നമുക്ക് വെളിപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. ഉത്തമഗീതം 1-ാം അധ്യായം 8 മുതൽ ഹല്ലേലൂയ 17 വരെയുള്ള വാക്യങ്ങളിൽ അന്യോന്യമുള്ള ഹല്ലേലൂയ അഭിനന്ദനത്തെക്കുറിച്ചാണ് കാണുന്നത്. ഹല്ലേലൂയ. 8-ാം വാക്യം പ്രിയൻ ശൂനേക്കാരിയോട് പറഞ്ഞ വാക്കാണ് നമ്മൾ കേട്ടത്. സ്ത്രീകളിൽ അതിസുന്ദരിയെ നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാൽച്ചുവടെ തുടർന്ന് എന്ന് ഇടയന്മാരുടെ ആ കൂടാരങ്ങളെ അരികെ നിന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ഇത് ശലോമോൻ ശൂനേക്കാരിയോട് പറയുന്നതാണ്. ഹല്ലേലൂയ. അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ യെരൂശലേം പുത്രിമാർ, ഞങ്ങൾ നിനക്ക് വെള്ളിമണികളോട് കൂടിയ സ്വർണ്ണ സരപ്പളി ഉണ്ടാക്കി തരാം. ഹല്ലേലൂയ. അതിൻ്റെ സ്തോത്രം 12-ാം വാക്യത്തിൽ വീണ്ടും ശൂനേക്കാരി, രാജാവ് വർഷത്തിലിരിക്കുമ്പോൾ എൻ്റെ ജഡമാംസ സുഗന്ധം പുറപ്പെടുവിക്കുന്നു. ഹല്ലേലൂയ. 15-ാം വാക്യം വരുമ്പോൾ എൻ്റെ പ്രിയേ നീ സുന്ദരി തന്നെ, നിന്റെ കണ്ണ് പ്രാവിൻ്റെ കണ്ണ് പോലെ ഇരിക്കുന്നു. ഇതെല്ലാം ആശ്ചര്യമായി ശലോമോനും ശൂനേക്കാരി യെരൂശലേം പുത്രിമാരും കൂടെ പരസ്പരം ഉള്ള അഭിവന്ദനമാണെങ്കിലും പുതിയ നിയമസഭയോട് ചേർത്ത് വായിക്കുമ്പോൾ ക്രിസ്തുവും സഭയും ഉള്ള ബന്ധത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവസഭയെ ഹല്ലേലൂയ ഇവിടെ പറയുന്നത് എൻ്റെ പ്രിയേ നീ സുന്ദരി തന്നെ. ദൈവസഭ സുന്ദരമായതാണ്, ദൈവമക്കൾ സുന്ദരമായതാണ്, ദൈവത്തിൻ്റെ മണവാട്ടി സഭ സുന്ദരി തന്നെയാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രിയൻ മണവാളനുമാണ്. പ്രൈസ്. അപ്പം പരസ്പരമുള്ള അഭിവാദ്യങ്ങൾ, വന്ദനങ്ങൾ ഇവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഈ വചനത്തിൽ നമ്മൾ പഠിക്കാൻ കഴിയുന്നത്, നമ്മൾ ചിന്തിക്കുന്ന ദൈവത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഇടയന്മാരുടെ കൂടാരങ്ങളെ അരികെ നിന്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്നുള്ളതാണ്. പ്രൈസ്. എന്ന് പറഞ്ഞ ശൂനേക്കാരിയുടെ സ്നേഹാധിക്യം കണ്ട പ്രിയൻ താൻ ആടുകളെ മേയിക്കുന്ന വയലുകളിലേക്ക് അവളെ ക്ഷണിക്കുക. പ്രൈസ്. അവൻ അവളുടെ സൗന്ദര്യത്തെ പ്രകീർത്തിക്കുകയും അവൾക്ക് ഏറ്റവും നല്ല ആഭരണങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെ കാണാൻ കഴിയും. അതേസമയം ശൂനേക്കാരി പ്രിയൻ മൂറിൻകെട്ടിനോടും ഏൻഗതി മുന്തിരിത്തോട്ടത്തിലെ മൈലാഞ്ചി പൂക്കുലയോടും ഉപമിക്കുകയാണ്. തുടർന്ന് അന്യോന്യമുള്ള വന്ദനങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവസഭ എന്ന് പറയുന്നത് ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതും അതിൻ്റെ ഉത്തരവാദിത്യ ഇടയൻ കർത്താവായ യേശുക്രിസ്തുവാണ്. അല്ലേ? അപ്പം ഇടയനും കുഞ്ഞാടുകളും എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഇടയനും കുഞ്ഞാടുകൾ എന്ന് പറയുന്നത് പുതിയ നിയമസഭയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ഹല്ലേലൂയ. അപ്പം ഇടയൻ്റെ കാൽച്ചുവടുകളെ പിന്തുടർന്ന് തൊഴുത്തിലുള്ള ആടുകൾ ഹല്ലേലൂയ പോകുന്നു. ഇടയൻ്റെ കാൽച്ചുവടുകളെ തുടർന്നാണ് ആടുകൾ പോകുന്നത്. രാവിലെ ആട് വളർത്തുന്നവർക്കൊക്കെ ശ്രദ്ധിച്ച മനസ്സിൽ ആടിനെ അഴിച്ചുവിടുമ്പോൾ ഇടയൻ്റെ കാൽച്ചുവടുകളെ അനുഗമിച്ച് മുന്നോട്ട് പോകുന്ന ആടുകളെ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇടയൻ എപ്പോഴും ആടുകളുടെ മുമ്പിൽ ഗാംഭീര്യത്തോടെ നടക്കുന്നത്. പ്രൈസ്. കാരണം ഇടയനാണെങ്കിലും തൻ്റെ ആടുകളുടെ മുമ്പിൽ താൻ നിങ്ങളുടെ ഇടയനാണ് എന്ന് ആടുകൾക്ക് ബോധ്യമാക്കത്തക്ക നിലയിൽ വടിയും കോലും പിടിച്ച് ആടുകളുടെ മുമ്പിൽ വലിയ ഗാംഭീര്യത്തോടെ നടക്കുക. ആടുകൾക്ക് മരങ്ങൾ, വൃക്ഷക്കൊമ്പുകൾ ചായച്ച് അവയ്ക്ക് ആഹാരം നൽകി കൊടുക്കത്തക്ക നിലയിൽ ഇടയൻ ആടുകളെ നയിക്കുന്നു. നമ്മൾ 23-ാം സങ്കീർത്തനം വാക്യം കാണാൻ കഴിയും. ആമേ പച്ചയായ പുൽപ്പുറങ്ങളിൽ നീ എന്നെ കിടന്നതിൻ്റെ വഴി കൂടി ആശ്വസിപ്പിക്കുന്നു എന്നാണ്. പ്രൈസ്. ആടുകളുടെ ശബ്ദം ആമേലിയ ഇടയൻ കേൾക്കുന്നു, ഇടയൻ്റെ ശബ്ദം ആടുകളും കേൾക്കുന്നു.
ഭൂമിയിൽ ദൈവമക്കളുടെ ശബ്ദം നമ്മുടെ കർത്താവ് കേൾക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഇടയന്റെ കയ്യിലുള്ള വടിയും കോലും കാണുമ്പോൾ ആടുകൾ ഉത്സാഹപൂർവം അവനെ അനുഗമിക്കും. പ്രവേശന വടിയും കോലും എന്ന് പറയുമ്പോൾ ഒന്ന് അതിന് ഭക്ഷണം ഇലക്കമ്പോൾ ചായച്ചു കൊടുക്കാനും, മറ്റൊന്ന് ആടുകളെ ആമീൻ തട്ടിയെടുക്കാൻ വരുന്ന മൃഗങ്ങളെ ആമീൻ അടിച്ചോടിക്കാനും അല്ലേരിയ. മുമ്പോട്ട് പോകുന്തോറും വഴി ഇടുക്കും ഞെരുക്കവും ഒക്കെ ആയി മാറുമ്പോൾ മുള്ളും അതുപോലെയൊക്കെയുള്ള പ്രതികൂല സാഹചര്യം തരുമ്പോൾ ഈ വടി കൊണ്ട് കോലി കൊണ്ട് അവയെല്ലാം മാറ്റി ഇടയന് മുന്നോട്ട് നടക്കുവാൻ, ആടുകളെ ശ്രേഷ്ഠമായ രീതിയിൽ നടത്തുവാൻ ഇടയൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മെ എത്ര ശ്രേഷ്ഠമായിട്ടാണ് നടത്തുന്നത്. ഈ ഭൂമി നമുക്ക് തന്നിരിക്കുന്ന ഈ പരദേശ പ്രയാണം, ഈ പ്രവാസ ജീവിതം എന്നൊക്കെ പറയുന്നത് മുള്ളും പറക്കാരെയും കൊണ്ട് നിറയപ്പെട്ട ഭൂമിയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇടയനായി നമ്മോട് കൂടെ നിന്ന് നമുക്ക് മുമ്പിൽ ഗാംഭീര്യത്തോടെ നടന്ന് നമ്മെ ശ്രേഷ്ഠമായ രീതിയിൽ നടത്തുകയാണ്. നമ്മുടെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കാൻ, വന്യമൃഗങ്ങൾ നമ്മെ കടിച്ച് ചീന്തിക്കളയാതിരിക്കുവാൻ, ഇഴജാതികൾ നമ്മെ കടിച്ച് മുറിവേൽപ്പിക്കാതിരിക്കുവാൻ, നാം അപകടത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഗാംഭീര്യത്തോടെ നമുക്ക് മുമ്പേ നടക്കുന്നു. അതുകൊണ്ട് പ്രിയൻ പറയുകയാണ്, അല്ലരിയ അമേശ്വര ഇടയന്മാരുടെ കൂടാരങ്ങൾ അരികെ നിന്റെ കുഞ്ഞാടുകളെ മേയിക്കാം. അപ്പൊ ഇടയന്മാരുടെ കൂടാരങ്ങൾ ഈ കുഞ്ഞാടുകളെ മേയിച്ചാൽ അല്ലരിയ ഇടയന്മാർ എപ്പോൾ ഈ കുഞ്ഞാടുകൾക്ക് സംരക്ഷണമായിരിക്കും. രക്തം ജയം. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ വലിയ ഇടയനാണ്, നല്ല ഇടയനാണ്. നല്ല ഇടയനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർത്ത് നിർത്തി നിങ്ങളുടെ മക്കളെ വളർത്തിയെടുത്താൽ നിങ്ങളുടെ മക്കൾ എപ്പോഴും ദൈവിക സംരക്ഷണത്തിന് കീഴിലായിരിക്കും. ശത്രുവിനെ അപഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ, ദുഷ്ടനെ റാഞ്ചിക്കൊണ്ട് പോകാൻ കഴിയാതെ കഴുകന്മാർ പരിധികൾ വന്ന് കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചുന്നത് പോലെ സാത്താൻ നിങ്ങളുടെ മക്കളെ റാഞ്ചിക്കൊണ്ട് പോകാതിരിക്കാൻ നിങ്ങളുടെ മക്കളെ ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ ചേർത്ത് നിർത്തണം. പ്രൈസലോ. നിങ്ങളുടെ മക്കളെ ദൈവസഭയോട് ചേർത്ത് നിർത്തണം. ദൈവസഭയുടെ ഇടയനായി ദൈവം ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരോട് ചേർത്ത് നിങ്ങളുടെ മക്കളെ നിർത്തി അല്ലെങ്കിൽ അവരെ ദൈവവചനം അഭ്യസിച്ച് പഠിപ്പിച്ചാൽ അവർ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് സുരക്ഷിതമായ മക്കളായി വളരും. അല്ലെങ്കിൽ അധികാലത്തെ നിങ്ങളുടെ മക്കൾ റോഡിൽ നിന്ന് വിളിക്കും, വാടാ ഇറങ്ങി വാടാ പോകാമെന്ന് പറഞ്ഞ് അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യും? ഇറങ്ങിപ്പോകും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ക്രിക്കറ്റ് കളി, പന്ത് കളി, മറ്റങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് ഇന്ന് അനവധി കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന, പീഡിപ്പിക്കുന്ന, മദ്യത്തിന് ലഹരിക്ക് അടിമകളാക്കി തീർക്കുന്ന അനവധി കഴുക സ്വഭാവമുള്ളവർ റോഡിൽ വന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിളിക്കും. അല്ലേ? അങ്ങനെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇറങ്ങിപ്പോയി, പലരും വഴിതെറ്റിപ്പോയി. അതുകൊണ്ടാണ് ഇവിടെ വചനം പറയുന്നത്, ഇടയന്മാരുടെ കൂടാരങ്ങൾ അരികെ നിങ്ങളുടെ കുഞ്ഞാടുകളെ മേയിക്കണം. അപ്പം ദൈവസഭയോട് ചേർത്ത് നിന്റെ മക്കളെ നീ വളർത്തുന്നെങ്കിൽ അവരെ ദൈവസഭയുടെ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് ലഭിയ അവർക്ക് ജീവിതത്തിൽ അതിനുള്ള പ്രാതിനിധ്യം എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുത്താൽ ഇടയനും കുഞ്ഞാടുകളും തമ്മിലുള്ള ബന്ധം, സഭയും ദൈവമക്കളും തമ്മിലുള്ള ബന്ധം, അല്ലേരിയ ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധം, ക്രിസ്തുവും ദൈവമക്കളും ദൈവത്തിൻ്റെ പൈതങ്ങളുമായിട്ടുള്ള ബന്ധം, ഇത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ചാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സഭയുടെ നിയന്ത്രണത്തിന് കീഴിൽ നിങ്ങൾക്ക് മാന്യമായിട്ട് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ കണ്ടില്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെല്ലാം ഫാഷനുകൾ, എന്തെല്ലാം കോലമാണ് കിട്ടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്കൂൾ പ്രവേശനോത്സവത്തിൽ ഒരു കുട്ടി മുടി വെട്ടിയത് ഒത്തില്ല എന്ന് പറഞ്ഞ് സ്കൂളിലെ പ്രിൻസിപ്പൽ ടീച്ചർമാർ ആ കുട്ടിയെ ശാസിച്ചപ്പോൾ അതിന് നേരെ ഒരു വലിയ പ്രകോപനം, കേസായി, വഴക്കായി, പാർട്ടിക്കാർ ഇടപെടുന്ന, സംഘടനക്കാർ സ്കൂളിനകത്ത് അടിച്ചു കയറാൻ ശ്രമിക്കുന്നു. എന്താണ് പ്രിയരെ? നമ്മൾ നമ്മുടെ മക്കളെ മാന്യമായ രീതിയിൽ വളർത്തണം. ഇന്ന് ലോകത്തിൽ ഏത് രീതി വേണ്ടി നമ്മുടെ മുടികൾ വെട്ടി നമുക്ക് എന്തും വേണ്ടി നമ്മുടെ തലയെ സ്ഥാപിച്ചുണ്ടാക്കാം. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്ത് യഥാർത്ഥത്തിൽ നല്ല അനുസരണവും ചിട്ടയുള്ള സ്കൂളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ അധ്യാപകർ ഒരു ചോദ്യം ചെയ്യും, നിങ്ങളിപ്പോൾ എന്നെ വിമർശിച്ചാൽ എനിക്ക് കുഴപ്പം, നിങ്ങൾ മാന്യമായിട്ട് നിങ്ങളുടെ മക്കളെ വളർത്തണേ. അവരെ മാന്യമായിട്ട് സ്കൂളിൽ പറഞ്ഞു വിടുക. അവർ സ്കൂളിൽ അവരുടെ മാന്യമായിട്ട് അവരുടെ ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്ന് നല്ല ഉപദേശങ്ങൾ പ്രാപിച്ച് വളരട്ടെ എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ മക്കളെ ആരാധനാലയത്തിലേക്ക് വിടുമ്പോഴും
നിങ്ങളുടെ മക്കളെ മാന്യമായിട്ട് പറഞ്ഞു വിടണം. ഹല്ലേലൂയ. കഴിഞ്ഞിടെ ഒരു ആലയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ചെറുക്കൻ കടന്നു പോകുന്ന ഒരു കുട്ടി കടന്നു പോകുന്നത് ഞാൻ കണ്ടു, വളരെ ശ്രദ്ധിച്ചു. കാരണം അവൻ്റെ മുടിയിൽ അവൻ്റെ തലയിൽ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചിരിക്കുന്നതെന്നും അറിയത്തില്ല. ചില കോഴിയുടെ അല്ലെങ്കിൽ ചില പക്ഷികളുടെ തലയിൽ തൊപ്പി പോലെ ചിലതൊക്കെ നിർത്തുമല്ലോ ഉണ്ടായി നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞ പോലെ തലയിൽ എന്തോ തൊപ്പി വെച്ചിരിക്കുന്നത് പോലെ വെച്ചിട്ട് ഇവൻ പോവുക. ചില പക്ഷികളെയും കോഴികളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല തലയിൽ എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ കോലം കെട്ടാനായിട്ട് എന്തിനും കുട്ടികളെ നിങ്ങൾ വിടരുത്. അവരെ ശാസിച്ചു വളർത്തണം, അവരെ നിയന്ത്രിച്ചു വളർത്തണം. അല്ലേലൂയ. ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ നിന്റെ കുഞ്ഞുങ്ങളെ അല്ലേലൂയ നീ മേയിക്കണം. അവർക്ക് ദൈവവചനം അഭ്യസിപ്പിച്ചു കൊടുക്കണം. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും പറഞ്ഞ രാവിലെ വലിയ വില കൂടിയ മൊബൈലും എടുത്ത് മക്കൾക്ക് കൊടുത്ത്, വില കൂടിയ ബൈക്കും കൊടുത്ത് ഇഷ്ടംപോലെ കാശും പിറക്കി കൊടുത്ത് നിന്റെ മക്കളെ നീ പറഞ്ഞു വിട്ടാൽ നീ പിന്നെ കണ്ണുനീര് കുടിക്കേണ്ടി വരും. പ്രൈസ് ലോർഡ്. അപ്പൊ നമുക്ക് അല്ലേലൂയ ഇടയനും സഭയും ക്രിസ്തുവും സഭയും ഹല്ലേലൂയ. നാം ക്രിസ്തുവിന്റെ മണവാട്ടികളാണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് പഴയ നിയമത്തിൽ അനേക ഇടയന്മാരുടെ കാൽച്ചുവടുകൾ നമുക്ക് കാണാൻ കഴിയും. പഴയ നിയമത്തിൽ അനവധി ഇടയന്മാരുടെ കാൽച്ചുവടുകൾ കാണാൻ കഴിയും. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, മോശ എന്നിവരെല്ലാം ഇടയന്മാരായിരുന്നു. ഇവരെല്ലാം ഇടയന്മാരാണ്. അബ്രഹാം വലിയ ഇടയനാണ്. ഇസഹാക്കും യാക്കോബും മോശയൊക്കെ വലിയ ഇടയന്മാരായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആ കാൽച്ചുവടുകൾ നാം പിന്തുടരുകയാണെങ്കിൽ അത് നമ്മെ ക്രിസ്തുവിങ്കിലേക്ക് നടത്തും. അബ്രഹാമും ഇസഹാക്ക്, യാക്കോബ്, മോശ അടക്കമുള്ള വലിയ ഇടയന്മാരുടെ കാൽച്ചുവടുകൾ നാം പിന്തുടർന്നാൽ പിന്തുടർച്ച നമ്മെ ക്രിസ്തുവിൻ്റെ അരികിലേക്ക്, വലിയ ഇടയനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ കൂടാരത്തിൻ്റെ അരികിലേക്ക് നമ്മെ നടത്തും. അപ്പം നമ്മൾ ദൈവവചനത്തിൽ പറയുന്ന സന്ദേശങ്ങൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ നാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ, ഇവിടെ ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം ഹല്ലേലൂയ അതിൻ്റെ 1 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു എന്നുള്ള സംഭാഷണം യേശു നമുക്ക് നൽകി. ഇത് യേശു തന്നെ പറഞ്ഞ വചനമാണ്. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഹല്ലേലൂയ എന്ന്. അപ്പം നല്ല ഇടയൻ എന്ന് പറയുവാൻ ഒരാളുണ്ടെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. നല്ല ഇടയൻ, നല്ല ഇടയനായിരിക്കുന്ന അല്ലെങ്കിൽ കർത്താവ് തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. പ്രിയ മാനവകുലം മുഴുവൻ, ഈ ലോകത്തിലുള്ള സകല ജനങ്ങളും ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ കൊടുത്തോട്ട് കൊട്ടാരത്തെ വരെ പാർക്കുന്ന വലിയവരും ചെറിയവരും എല്ലാ ജനങ്ങളും പാപത്തിൽ ജീവിക്കുന്നവരാണ്. പാപികളാണ് സകല ജനങ്ങളും. രാജ്യ രാഷ്ട്ര തലവന്മാർ, ഉന്നത സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവർ, വിവിധ പൊസിഷനിൽ ഇരിക്കുന്ന സകല ജനങ്ങളും പാപികളാണ്. ലോകത്തിൽ നീതിമാനായിട്ട് ആരും ചൂണ്ടിക്കാണിക്കാനില്ല, എല്ലാവരും പാപികൾ. അതുകൊണ്ടാണ് റോമലേഖനത്തിൽ പൗലോസ് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഹല്ലേലൂയ. നമ്മൾ സങ്കീർണ്ണമൊക്കെ വായിച്ചാൽ കാണാൻ കഴിയും. 53 14 വായിച്ചാൽ. അപ്പൊ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട് ദൈവത്തിനകന്നുപോയി ലോകത്തിന്റെ ശത്രു ഹല്ലേലൂയ അവരെ അടക്കി വാഴുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നീതിമാനായിട്ട് ആരുമില്ല, എല്ലാവരും പാപികളാണ്. ഇനി നിങ്ങൾ പറയാം, ഞാൻ നീതിമാനാണ്, ഞാനൊരു പാപവും ചെയ്തിട്ടില്ല, ഞാൻ നല്ല നിലയിൽ ജീവിക്കുന്നു, നല്ല കുടുംബത്തിൽ ജീവിക്കുന്നു, നല്ല ബിസിനസ് ജീവിക്കുന്നു, ഞാൻ ആലയത്തിലൊക്കെ പോകുന്നു, എൻ്റെ പേരിലൊരു പാപവും ഇല്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ് നിങ്ങളാണ് ഏറ്റവും വലിയ പാപി. ഹല്ലേലൂയ. നിങ്ങളാണ് ഏറ്റവും വലിയ പാപി. അപ്പോൾ ഈ വേദോസം നീതിമാൻ ആരുമില്ല. അങ്ങനെ നീതി കെട്ടവർക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി, പാപികളായിരിക്കുന്ന ഈ ലോകത്തിലുള്ള 800 കോടിയിലധികം ജനത്തിന് വേണ്ടി ജീവനെ നൽകിയവൻ യേശു കർത്താവാണ്. അല്ലേ? ഇപ്പൊ നമുക്കറിയാം 800 കോടി ജനമുണ്ട്. ഈ 800 കോടി ജനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് 2000-ത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് ജീവൻ നൽകിയവൻ, ക്രൂശിൽ പരമയാഗമായി തീർന്ന് നമ്മുടെ പാപത്തെ പരിഹരിച്ചെടുത്ത യേശുവാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഏത് മതങ്ങളെ പഠിക്കുക, ഏത് മതഗ്രന്ഥങ്ങളെ, ഏത് മതത്തിന്റെ ഇടയന്മാരെ പിടിച്ചു നോക്കിയാട്ട് സ്വന്തം ജനത്തിന് വേണ്ടി ജീവൻ കൊടുത്തവരായിട്ട് ആരെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. സകല ജനത്തിനും വേണ്ടി, ജാതി മതമില്ല ഇവിടെ, എല്ലാ ജനത്തിനും വേണ്ടി ദൈവത്തിന്റെ സൃഷ്ടികളായിരിക്കുന്ന സകല ജനങ്ങളും പാപികളായി കഴിഞ്ഞപ്പോൾ പഴയ നിയമ യാഗങ്ങൾക്കും വഴിപാടുകൾക്കും ഒന്നും ആ പാപത്തിന് പരിഹാരം കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു.
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിലൂടെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം നൽകി നമ്മെ വിശുദ്ധരാക്കി മാറ്റി. അല്ലേലൂയ. ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ ഉലകത്തിൽ യേശു ക്രിസ്തു മാത്രമാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഉലകത്തിൽ യേശു മാത്രമേ പാപികൾക്ക് വേണ്ടി തൻ്റെ കീഴിലുള്ള ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുത്തിട്ടുള്ളൂ. അല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ നല്ല ഇടയനാകുന്നു, ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നു. എന്നാൽ ലോകത്തിൽ അനവധി ഇടയന്മാരുണ്ട്. ഹല്ലേലൂയ. ആ ഇടയന്മാരെ കുറിച്ച് വചനം പറയുന്നത് യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം എൻ്റെ 10-ാമത്തെ വാക്യമാണ്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അപ്പം കള്ളൻ, ഈ ലോകത്തിൽ അനവധി കള്ള ഇടയന്മാരുണ്ട്. ഹല്ലേലൂയ. കള്ള ഇടയന്മാർ അവർ വരുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും അല്ലെങ്കിൽ മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവൻ നിങ്ങളെ നശിപ്പിക്കുവാൻ, നിങ്ങളുടെ തലമുറയെ നശിപ്പിക്കുവാൻ, നിങ്ങളെ പാപത്തിലേക്ക് തള്ളിയിടുവാൻ, നിങ്ങളെ ദിവ്യാഗ്രഹത്തിൽ തള്ളിയിടുവാൻ, നിങ്ങളെ ദുരുപദേശത്തിൽ കൊണ്ടുപോകാൻ ഈ ലോകത്തിൻ്റെ പ്രഭുവായിരിക്കുന്ന സാത്താൻ അവൻ പല വേഷഭൂഷാദികൾ അണിഞ്ഞ് പ്രച്ഛന്ന വേഷധാരികളായി വിവിധ കോലങ്ങൾ കെട്ടിക്കൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് വന്ന് നിങ്ങളെ മോഷ്ടിക്കും, അറുക്കും, മുട്ടിക്കും, നിങ്ങളെ നശിപ്പിച്ച് കളയും. അതാണ് ഈ ലോകത്തിൻ്റെ ഇടയന്മാരുടെ. എന്നാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ നിയമിക്കപ്പെട്ട ദൈവസഭയുടെ ഇടയന്മാർ അവർ ദൈവജനത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവരാണ്. ഹല്ലേലൂയ. യേശു പറയുകയാണ്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രയും ഞാൻ വന്നത്. യേശു പറയാണ്, ലോകത്തിലുള്ള സകല ജനത്തിനും വേണ്ടി ഞാൻ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനുമാണ് ഞാൻ സ്വർഗമഹിമകളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് വന്നതും കാൽവറിയിൽ നിങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നതും. അതുകൊണ്ടാണ് യേശു, ഞാൻ നല്ല ഇടയൻ, ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കുന്നു. അതെ, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ ദൈവത്തോട് ചേർത്ത് എൻ്റെ മക്കളെ പണിതെടുക്കണം. നിങ്ങളും പണിയണം, നിങ്ങളും കർത്താവോട് ചേർന്ന് പണിയപ്പെടണം. ഹല്ലേലൂയ. നമ്മൾ ഓരോ ദിവസവും കർത്താവിനോട് ചേർന്ന് നിന്ന് പണിയപ്പെടണം. ഹല്ലേലൂയ. ദൈവമക്കൾ പരസ്പരം വന്ദനം ചെയ്യണം. ഇവിടെ ശലോമോനും ശൂനേക്കാരിയും യെരൂശലേം പുത്രിമാരും പരസ്പരം വന്ദനം ചെയ്ത് അഭിവാദ്യം അർപ്പിക്കുന്നത് പോലെ നാം എപ്പോഴും ദൈവസഭയോട് ചേർന്ന് വന്ദനം പറയണം. ശലോമോൻ അല്ലെങ്കിൽ സ്തോത്രം, ശലോമോൻ എന്താണ് പറയുന്നത്? സ്തോത്രം. അല്ലേയ പ്രിയയെക്കുറിച്ച് പറഞ്ഞേ. അല്ലേയ സ്തോത്രം. സ്ത്രീകളിൽ അതിസുന്ദരിയെ നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാൽച്ചുവട് തുടർന്ന് ചെന്ന്. ആമേൻ. അപ്പൊ സ്ത്രീകളിൽ അതിസുന്ദരിയെ ഒരു വലിയ വന്ദനമാണ്, അഭിവാദ്യ സ്നേഹാദരവോടുകൂടിയുള്ള ഒരു നല്ല സംഭാഷണം. ഹല്ലേലൂയ. അപ്പം നമ്മൾ മറ്റ് ദൈവമക്കളെ വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ആദരവോടെ നമ്മൾ സംബോധന ചെയ്യണം. ദൈവദാസന്മാരെ വളരെ ആദരവോട് വേണം നമ്മൾ സംബോധന ചെയ്യുവാൻ. ദൈവസഭയുടെ കുറ്റങ്ങൾ, ദൈവദാസന്മാരുടെ കുറ്റങ്ങൾ, ദൈവമക്കളുടെ കുറ്റങ്ങൾ നിങ്ങളുടെ ഭവനത്തിലിരുന്ന് നിങ്ങൾ സംസാരിച്ച് അത് നിങ്ങളുടെ മക്കളെ കേൾപ്പിക്കരുത്. ശരിയ. ദൈവസഭയുടെ കുറ്റങ്ങളും ദൈവമക്കളുടെ കുറ്റങ്ങളും ദൈവദാസന്മാരുടെ കുറ്റങ്ങളും കുറവുകളിലും നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളത് കേട്ട് വളരും. ഹല്ലേലൂയ. അവരും മാറി നിന്നിട്ട് എന്ത് ചെയ്യും? ഇടയന്മാരെ കുറ്റം ചുമത്താൻ തുടങ്ങും, ദൈവസഭയെ കുറ്റം ചുമത്തുവാൻ തുടങ്ങും, ദൈവമക്കളെ കുറ്റം ചുമത്തുവാൻ തുടങ്ങും. അവരും നിങ്ങളെപ്പോലെ തന്നെയായി മാറും. അതുകൊണ്ട് ഇവിടെ ശലോമോൻ പറയുക, ഇടയന്മാരുടെ കൂടാരങ്ങൾ അരികെ നിന്റെ കുഞ്ഞാടുകളെ മേയ്ക്കണം. ദൈവസഭ ഒരു മാതൃകയാണ്. ദൈവസഭയ്ക്കകത്ത് ദൈവമക്കളെ വിട്ട് ദൈവത്തിനെ അഭ്യസിപ്പിച്ച് ദൈവത്തോട് ചേർന്ന് ക്രിസ്തുവിനെ മാതൃകയാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവാണ് നമ്മുടെ മാതൃക എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങളുടെ മക്കളെ ആരോട് ചേർത്താണ് നിങ്ങൾ നിർത്തുന്നത്? ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ഭവനത്തിനകത്ത്, സംസാരത്തിനകത്ത് ദൈവസഭയെക്കുറിച്ചും ദൈവജനത്തെക്കുറിച്ചുമുള്ള കുറ്റങ്ങൾ പറയരുത്. ചില ഭവനങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ അടുത്ത സഭയിലെ ദൈവദാസന്മാരുടെ, അടുത്ത സഭയിലെ വിശ്വാസികളുടെ കുറ്റങ്ങൾ പറഞ്ഞ് ചെന്ന സമയം തൊട്ട് അവിടെ നിന്ന് ഇറങ്ങി പൂരതരം വരെ ഏതാണ്ട് ചില പ്രേതാലയം പോലെ ചില കുടുംബങ്ങൾ. ഹല്ലേലൂയ. അങ്ങനെയുള്ള കുടുംബങ്ങൾ നിങ്ങൾ പോയിട്ടുണ്ടോ? ദൈവമക്കളുടെ കുടുംബമാണ്, വിശ്വാസികളുടെ കുടുംബമാണ്. ചെല്ലുമ്പം തൊട്ട് കുറ്റങ്ങളായിരിക്കും, ചെല്ലുമ്പം തൊട്ട് കുറ്റങ്ങളും കുറവുകളും പറയുന്ന പ്രേതാലയം പോലെയുള്ള അനവധി ഭവനങ്ങൾ. അങ്ങനെ കൂടുന്ന ദൈവമക്കളും ദൈവദാസന്മാരും കൂടുന്നവരുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പല സ്ഥലത്തും ചെന്ന് നിന്ന് കഴിഞ്ഞാൽ പ്രേതാലയത്തിലെ സ്ഥിതിയാണ്, കുറ്റങ്ങൾ മാത്രം. മറ്റൊരുവിനെ വിധിക്കാൻ നീ ആരാ? ഹല്ലേലൂയ. മറ്റൊരുവിനെ വിധിക്കാനും അവൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും നിങ്ങൾക്ക് എന്താ അവകാശം എന്നാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായമൊക്കെ വായിച്ചാൽ കാണാൻ കഴിയുന്നത്. സത്യത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കണം. തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കണം. തെറ്റിന് തന്നെ പറയണം, തെറ്റാന്ന് തന്നെ പറയണം.
തെറ്റിനെ ശുരിക്കും ശരിയാണെന്ന് പറയുകയും ചെയ്തു. ഞാൻ എപ്പോഴും തെറ്റാന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അല്ലേ? നിങ്ങൾ എൻ്റെ മേലൊരു തെറ്റ് കണ്ടാൽ ആ തെറ്റ് തെറ്റായിട്ട് തന്നെ എന്നോട് നേരിട്ട് പറയണം. എനിക്ക് യാതൊരു പ്രയാസമില്ല. അത് പറയുമ്പോഴായിരിക്കും എനിക്ക് ഒരുപക്ഷെ അത് ബോധ്യമാകുന്ന എനിക്ക് എന്നെ തിരുത്തുവാൻ കഴിയുന്നതും നിങ്ങൾ എൻ്റെ മേൽ ചൂണ്ടിക്കാണിക്കുന്ന തെറ്റ് ഞാൻ തിരിച്ചറിയുമ്പോഴായിരിക്കും. പ്രൈസറോ, ഒരുപക്ഷെ ഞാൻ അറിയാത്ത ഒരുപാട് തെറ്റുകുറ്റങ്ങളുടെ ഞാൻ യാത്ര ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലേ? പക്ഷെ ഞാനതെല്ലാം നല്ലതാണെന്നും പറഞ്ഞ് നീതീകരിക്കപ്പെട്ട് നടക്കുകയാണെങ്കിൽ അതിനകത്തെ കുറവുകൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന നല്ലതാണ്. അല്ലേ? രക്തം ചെയ്യും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. രക്തം ചെയ്യും എന്നോട് പറഞ്ഞാൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ. കാരണം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് അല്ലേ, ഇടയന്മാരുടെ കൂടാരങ്ങൾ അരികെ നിങ്ങളുടെ മക്കളെ മേയിക്കണം. സഭയോട് ചേർത്ത്. സഭ ക്രിസ്തുവിൻ്റെതാണ്. ഭൂമിയിൽ നമുക്ക് ആശ്ചര്യമായി ചിന്തിച്ച സഭയ്ക്ക് നമുക്കൊരു ഇടയനെ വെച്ചിട്ടുണ്ടെങ്കിലും സഭയുടെ പരമാർത്ഥമായ ഇടയൻ, പരമാധികാരി എന്ന് പറയുന്നത് ഇവിടെ കർത്താവാണ്. കർത്താവ് എന്ന് പറഞ്ഞ തന്നെ പരമാധികാരി, സഭയുടെ പരമാധികാരി നമ്മുടെ യേശുവ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിന്റെ കുടുംബത്തിനകത്ത് നന്മ വരാത്തത്, ഐശ്വര്യം വരാത്തത്, സന്തോഷം വരാത്തത്, നിന്റെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയുണ്ടാകാത്തത്, നിന്റെ അനുഗ്രഹങ്ങളിലും തടസ്സമായി വാഗ്ദത്തങ്ങൾ നിറവേറാതെ, ദൂതുകളൊന്നും നിറവേറാൻ നിൽക്കുന്നത്, കുടുംബത്തിനകത്തൊരു ശുദ്ധീകരണം നടക്കണം. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് ശുദ്ധീകരണം നടക്കണം. ഹല്ലേലൂയ. ചില സഭയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ചില പ്രാർത്ഥനയിൽ, ഉപവാസ പ്രാർത്ഥനയിലൊക്കെ ചില ദൈവദാസന്മാർ ഭവനത്തെക്കുറിച്ച്, വ്യക്തികളെക്കുറിച്ച് ചില ശക്തമായ ദൂതുകൾ പറഞ്ഞിട്ട് പറയും, കുടുംബത്തിനകത്ത് ബന്ധനമുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ബന്ധനമുണ്ട്, നിങ്ങളുടെ മക്കളെ ബന്ധിച്ചിരിക്കുന്നു. നിന്റെ കുടുംബത്തെ ബന്ധിച്ച ബന്ധനത്തെ അഴിക്കണമെങ്കിൽ സഭയ്ക്ക് ഒരു ഉപവാസ പ്രാർത്ഥന ആവശ്യമാണ്. കുടുംബത്തിന് ഒരു ഉപവാസ പ്രാർത്ഥന ആവശ്യം. അങ്ങനെ കുടുംബത്തിനകത്ത് സഭയ്ക്കകത്ത് ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കും. എന്തിനാ? ബന്ധനത്തെ അഴിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലേ? അങ്ങനെ വരുന്ന ദൈവദാസന്മാരല്ലെങ്കിൽ ശക്തമായ രീതിയിൽ ദൈവത്തിൻ്റെ ആലോചന പറയും. അത് സഭയിലും ഭവനത്തിലും പറയും. വ്യക്തിപരമായിട്ട് ദൂത് പറയും. ഈ ദൂതൊക്കെ കേട്ടിട്ടും വീണ്ടും നിങ്ങൾ എഴുന്നേറ്റിട്ട് വീണ്ടും നിങ്ങളുടെ ഭവനം കുറ്റവും കുറവും പറച്ചിലാണെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങളുടെ കുടുംബത്തിൽ വിടുതൽ നടക്കും? അങ്ങനെയുള്ള അനുമതിയുണ്ട്. ദൈവദാസന്മാർ ശുശ്രൂഷിച്ചങ്ങോട്ട് ഇറങ്ങി പോകുന്ന പുറകെ ആ പാസ്റ്റർ അങ്ങനെ പറഞ്ഞില്ലേ, ആ സഹോദരി അങ്ങനെ പറഞ്ഞില്ലേ, അത് ശരിയാണോ, അങ്ങനെ പറയാമോ എന്നൊക്കെ ചോദിച്ച് കുറ്റം പറയുന്ന പിന്നെ എങ്ങനെ കുടുംബത്തിന് ബന്ധനം കഴിയുന്നേ? നിങ്ങളുടെ ബന്ധനം കഴിയും, നിങ്ങളുടെ തലമുറയുടെ ബന്ധനം വഴി നിങ്ങൾ വീണ്ടും കെട്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവദാസന്മാരെ, ദൈവമക്കളെ, ഇടയന്മാരെ കുറ്റം പറയുവാൻ നിങ്ങൾക്ക് പ്രലോഭനം നൽകുന്ന, നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന സാത്താനാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ദാസനെ, ദൈവത്തിൻ്റെ ദാസിയെ, നിന്റെ സഹശുശ്രൂഷകൻ, എൻ്റെ സഹശുശ്രൂഷകയെ നീ കുറ്റം പറയുന്നുണ്ടെങ്കിൽ, നീ അവനെ വിധിക്കുന്നുണ്ടെങ്കിൽ നിന്നെ വ്യാപരിക്കുന്ന ഒരു സാത്താന ശക്തിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ആരും കുറ്റം പറയരുത്. നമ്മൾ കുറ്റം പറയുമ്പോൾ നമ്മുടെ മക്കൾ അത് കണ്ടു വളരും. അതുകൊണ്ടാണ് ശരവും പറയുകയാണ്, സ്ത്രീകളിൽ അതിസുന്ദരിയെ നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാൽച്ചൂടെ തുടർന്ന് ചെന്ന ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ നിന്റെ കുഞ്ഞാടുകളെ മേയിക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം അതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്തോത്രം, അല്ലെങ്കിൽ കള്ളന്മാരോ കവർച്ചക്കാരോ ആടുകളെ തട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ രാത്രിയിൽ ആടുകളെ മതിൽക്കെട്ടിനുള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന പതിവ് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. കള്ളന്മാരും കവർച്ചക്കാരും രാത്രി വന്ന് ആടുകളെ പിടിച്ചുകൊണ്ട് പോകും. അത് കൊരാതിരിക്കാൻ വേണ്ടി ആടുകളെ സൂക്ഷിക്കും. ആ ഒരു അനുഭവത്തെ വെച്ചുകൊണ്ടാണ് പറയുന്നത്, സഭയുടെ ഇടയൻ കർത്താവാണ്, സഭയുടെ വാതിൽ യേശുവാണ്. ദൈവസഭയ്ക്കകത്ത് നിൽക്കുന്ന ദൈവമക്കളെ കള്ളനും കവർച്ചക്കാരും കൊള്ളക്കാരും ദുഷ്ടന്മാരും പിടിച്ചുകൊണ്ടു പോകാതിരിപ്പാൻ ഹല്ലേലൂയ ദൈവസഭയുടെ കാവൽക്കാരൻ കർത്താവാണ്. ഭൂമിയിൽ ആത്മീയമായി ദൈവസഭയ്ക്ക് ഒരു ഇടനെ വെച്ചിട്ടുണ്ടെങ്കിലും ആത്മീയമായി യഥാർത്ഥമായി ദൈവസഭയുടെ കാവൽക്കാരൻ കർത്താവാണ്. പ്രൈസ് എന്നെ കേൾക്കുന്ന മാതാവേ, അതുപോലെ തന്നെ നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവിശുദ്ധിയിൽ, ദൈവിക കർത്താവ് കൃപയിൽ, ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന നിന്റെ ഭവനം ദൈവത്തിൻ്റെ ഭവനമാണെങ്കിൽ ഹല്ലേലൂയ നിന്റെ ഭവനത്തിൻ്റെ വാതിൽ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിൻ്റെ വാതിൽ ക്രിസ്തുവാണ്. നിന്റെ ഭവനത്തിൻ്റെ ഇടയൻ യേശുവാണ്. നിന്റെ ഭവനത്തിനകത്ത് മറ്റു വ്യാഖ്യാനങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. വിശുദ്ധിയോടെ ജീവിക്കണം. ഹല്ലേലൂയ. ഇവിടെ പഴയ നിയമത്തിലൂടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ നല്ല ഇടയനെ കാണാൻ കഴിയും. അല്ലെ, അവൻ്റെ കാൽച്ചുവടുകളെയാണ് നാം അനുകരിക്കേണ്ടത്. പഴയ നിയമത്തെ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, മോശ തുടങ്ങിയ അനവധി ഇടയന്മാരിലൂടെ നാം വായിച്ച് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമസഭയ്ക്ക് ഒരു ഇടയനുണ്ട്. ആ പുതിയ നിയമസഭയുടെ ഇടയനാണ് കർത്താവായ യേശു ക്രിസ്തു.
ഹല്ലേലൂയ. ആ പുതിയ നിയമസഭയുടെ ഇടയനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഇന്ന് സഭയെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുന്നതായിട്ട് ഈ വചനത്തെ നമ്മൾ എടുത്ത സ്ത്രീകളിൽ അതിസുന്ദരി, നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാൽച്ചൂടെ തുറന്ന് ചെന്ന് ഇടയന്മാരുടെ കൂടാരങ്ങൾ അരികെ നിന്റെ കുഞ്ഞാടുകളെ മേയിക്കാൻ പറയുന്ന ദൈവശബ്ദം നിങ്ങൾക്ക് യേശുവിന് കേൾക്കാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്. അപ്പുറത്ത് ശരമോന പറഞ്ഞെങ്കിൽ ഇവിടെ യേശു പറയുന്നതായിട്ട് യേശു ക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കണം. ഹല്ലേലൂയ. ഒക്കെ നമ്മുടെ ഭാരതത്തിൽ അനേകർ ഹല്ലേലൂയ ലക്ഷണം പറയുന്നവരുണ്ട്, മന്ത്രവാദികളുണ്ട്, ജ്യോത്സ്യന്മാരുണ്ട്, മനുഷ്യ ദൈവങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് ഭാര്യകളുണ്ട്. ഹല്ലേലൂയ. അവരെ അനവധി ആളുകൾ അനുഗമിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവർ തങ്ങളെ അനുഗമിക്കുന്ന കോടിക്കണക്കിന് ഭക്തജനങ്ങളെ നയിക്കുന്നു. ഹല്ലേലൂയ. അപ്പം മന്ത്രവാദികളും ജ്യോത്സ്യന്മാരും മനുഷ്യദൈവങ്ങളും ഒക്കെ അവരുടെ അരികിൽ ചെയ്യുന്ന ഭക്തജനങ്ങളെ അവർ നയിക്കുന്നുണ്ടെങ്കിലും ആർക്കും നിത്യതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറില്ല. നിത്യതയുടെ വചനം പറഞ്ഞു കൊടുക്കാറില്ല. നിത്യജീവനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാറില്ല. ആളുകൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത പരിചയവർക്കില്ല. അവരെല്ലാം അവരുടെ കൈകീഴിൽ യാത്ര ചെയ്ത അവസാനം നിത്യമായ നരകത്തിലേക്ക് യാത്ര ചെയ്യുക. പ്രൈസലോട്. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഹല്ലേലൂയ, നിങ്ങൾ ഹല്ലേലൂയ ദൈവത്തെ അനുസരിക്കണം. അപ്പോൾ നമ്മളെ വഴി നടത്തുന്നത് കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കണം. കുരുടന് വഴി കാണിച്ചാൽ ഇരുവരുവിധയും കുഴിയിൽ വീഴും. രക്തം ജയം. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ജീവിതം ഒരിക്കൽ മാത്രമാണ്, രണ്ടാമതൊരു ജീവിതമില്ല. സ്വാഭാവി ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് വ്യക്തിപരമായി പറയുന്ന ദൂത്, നിനക്ക് ഈ ഭൂമിയിൽ ഒറ്റ ജീവിതമേ ഉള്ളൂ. അല്ലെങ്കിൽ രണ്ടാമതൊരു ജീവിതം നിനക്കുമില്ല, നിന്റെ ഭാര്യയ്ക്കുമില്ല, നിന്റെ ഭർത്താവിന്റെ മക്കൾക്കുമില്ല, നിന്റെ മാതാപിതാക്കൾക്കുമില്ല, നിന്റെ ഉറ്റവർക്കും ഉടയവർക്കും രണ്ടാമതൊരു ജീവിതമില്ല. അല്ലെങ്കിൽ അടുത്ത ജന്മം എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിൽ അങ്ങനൊരു ജന്മമില്ല. പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ പറയും, അടുത്ത ജന്മത്തിൽ ഞാൻ വലിയൊരു ബ്രാഹ്മണനായി ജനിച്ചതെങ്കിൽ, ഞാൻ വലിയൊരു ക്രിസ്ത്യാനിയായി ജനിച്ചതെങ്കിൽ, ഞാൻ വലിയൊരു ഇസ്ലാമായി ജനിച്ചതെന്നൊക്കെ പറയാൻ നമുക്ക് കഴിയും. അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട്. എനിക്ക് വേണമെങ്കിലും പറയാൻ കഴിയും. പക്ഷേ ഇവിടെ നമുക്ക് അടുത്തൊരു ജന്മമില്ല. അടുത്തൊരു ജന്മം നമുക്കില്ല. മരണം കൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കുന്നു. മരണം കൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കുമ്പോൾ, ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയണം. മരണത്തിനപ്പുറമുള്ളതിനെ കുറിച്ച് ഈ ഭൂമി തന്നെ തിരിച്ചറിയണം. അങ്ങനെ മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞാൽ ഈ ഭൂമിയിൽ പുനർജന്മമില്ല എന്നും മനസ്സിലാക്കിയാൽ മരണത്തിനപ്പുറമുള്ള ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നിത്യതയിൽ ദൈവരാജ്യത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഒരു പുനർജന്മമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാമതൊരു ജീവിതം ഈ ഭൂമിയിലില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ നിത്യതയെ നിങ്ങൾ സ്വർഗത്തിൽ കൊടുക്കണം. നിങ്ങളുടെ മരണാനന്തര ജീവിതം സ്വർഗത്തിൽ പിതാവ് പുത്ര പരിശുദ്ധന്മാരോട് കൂടി കോടാനുകൂടി ദൂതന്മാർ, കെരൂബുകൾ, സറാഫുകൾ, കോടാനുകൂടി വിശുദ്ധന്മാർ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുന്ന സ്വർഗീയ യെരൂശലേമിൽ, ആ പുതിയ പർദീസയിൽ, സ്വർഗീയ പർദീസയിൽ നിങ്ങളുണ്ടായിരിക്കണം. ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ട് ഹല്ലേലൂയ ഇടയന്മാരുടെ കൂടാരങ്ങൾ അരികെ നിന്റെ കുഞ്ഞാടുകൾ, നിന്റെ മക്കളെ വളർത്തിയെടുക്കണം. പ്രൈസ് ദി ലോർഡ്. സഭയിലൂടെ നിന്റെ മക്കളെ പണിതെടുക്കണം. സഭയുടെ ഉപദേശത്തിലൂടെ, ദൈവവചനത്തിലൂടെ നിന്റെ മക്കളെ പഠിപ്പിച്ചെടുക്കണം, വളർത്തിയെടുക്കണം. രക്തം ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. ഈ ലോകത്തിൽ നാം അനുഗമിക്കേണ്ട മാതൃകയെ നമ്മുടെ കർത്താവ് നമുക്ക് വെച്ചു പോയിട്ടുണ്ട്. യേശു ക്രിസ്തു മാത്രമാണ് നമുക്ക് മാതൃക. ഹല്ലേലൂയ. പലരും പറഞ്ഞു ഞങ്ങളുടെ റോൾ റോഡെന്നൊക്കെ പറയാറില്ലേ എന്ന് പറഞ്ഞവരെ, നമുക്കിവിടെ ആരെയും അനുഗമിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ റോൾ മോഡലിനൊക്കെ പറയുന്നത് ഹല്ലേലൂയ ഈ ലോകത്തിൽ ആരുമില്ല. പലരും പറയുന്നത് എൻ്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ പല ആളുകളെ, സിനിമാ താരങ്ങളെ, കായിക താരങ്ങളെ, മറ്റുള്ളവരെ ഒക്കെ കാണിച്ചിട്ട് പറഞ്ഞ കേൾക്കാം. നിങ്ങൾക്ക് ഒരുപാട് ഫാൻസൊക്കെ ഉണ്ട്. നിങ്ങൾ പറയും നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നാലും അതിൻ്റെ ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ റോൾ മോഡലായിട്ട് ഇവിടെ ആരെയും അനുഗമിക്കരുത്. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ മാതൃകയാക്കണം. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് നിങ്ങൾക്ക് റോൾ മോഡൽ എന്ന് പറയുന്നത്. യേശുവിനെ അനുഗമിച്ചാൽ നിങ്ങൾക്ക് നിത്യതയിലെത്താൻ കഴിയും. അല്ലെങ്കിൽ ലോകത്തെ അനുഗമിച്ചാൽ, ലോകത്തെ നിങ്ങൾ മാതൃകയാക്കിയാൽ നിങ്ങളുടെ ജീവിതാവസാനം നരകത്തിലായിരിക്കും. രക്തം ചെയ്യും. ഹല്ലേലൂയ. പാതാളത്തിനകത്ത് സമാധാനമില്ല കേട്ടോ.
പാതാളത്തിൽ സന്തോഷമില്ല, പാതാളത്തിൽ സ്വസ്ഥതയില്ല കേട്ടോ. അവിടെ എന്നും കണ്ണുനീരും കരച്ചിലും പല്ലുകടിയും മാത്രമായിരിക്കും. നിങ്ങളെക്കാൾ വളരെ ശൂരവീര പരാക്രമികൾ അവിടെ കിടപ്പുണ്ട്. നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് വേണം നരകത്തിലേക്ക് ചെല്ലാൻ. ഹല്ലേലൂയ. എന്നാൽ ദൈവരാജ്യം വിശുദ്ധന്മാരുടേതാണ്. അവിടെ കടിച്ചു പറയോ, മാമി പല്ലുകടിയോ, മിലലി പിറുപിറുപ്പോ ഒന്നും അവിടെ ഇല്ല. അവിടെ എപ്പോഴും വിശുദ്ധന്മാർ കൂടുന്ന ആരാധന സമൂഹത്തിനകത്ത് നിൽക്കുന്ന ചെലവഴിക്കാൻ കഴിയും, രക്തം ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ഹല്ലേലൂയ, നാം കർത്താവായ യേശു ക്രിസ്തുവിനെ റോൾ മോഡലാക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ യേശുവിനെ അനുഗമിക്കുവാൻ കഴിയുന്ന വിധത്തിൽ വിശുദ്ധ ജീവിതം നിങ്ങൾ നയിക്കണം. വിശുദ്ധ ജീവിതം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ ജീവിതം നയിക്കുന്നവന് മാത്രമേ ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയുള്ളൂ. ഒരു മദ്യപാനിക്കും, ഒരു വെറ്റില മുറുക്കുകാരനും, ഒരു ചൂതാട്ടക്കാരനും, ഒരു തീവ്രവാദിക്കും, ഭീകരവാദിക്കും, ഒരു വർഗീയവാദിക്കും, ഒരു വ്യഭിചാരിക്കും, പരസംഗക്കാരനും, ഒരു വിഗ്രഹാരാധിക്കും, ഹല്ലേലൂയ, ഒരു മോഷ്ടാവിനും, ഒരു കുലപാതകനും, ഹല്ലേലൂയ, ഒരു പിടിച്ചുപറിക്കാരനും, ഹല്ലേലൂയ, ഒരു മദ്യരൂപിക്കോ മയക്കുമരുന്നിക്കോ ഇവർക്കൊന്നും ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ല. അല്ലേ? നിങ്ങൾ വേദപുസ്തകം വായിച്ചു, ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്തും ചെയ്തിട്ട്, എന്ത് തോന്നിവാസം ചെയ്തിട്ട്, എന്തും പ്രവർത്തിച്ചിട്ട്, ഏത് വിധത്തിലും ജീവിച്ച് മറ്റുള്ളവർക്ക് മുഴുവൻ ഉപദ്രവം ചെയ്തിട്ട് മരിച്ചു കഴിയുമ്പോൾ മരണാനന്തരം ഫ്ലെക്സ് അടിച്ചു നോക്കി, ഞാൻ നല്ല പോർപ്പൊരു തോട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്താ നല്ല പോർപ്പൊരുത്തത്? ഭൂമിയിലായിരുന്നപ്പോൾ ആർക്കെതിരെ നിങ്ങൾ പൊരുതിയത്? ഹല്ലേലൂയ. ചിന്തിക്കണം. നല്ല പോർപ്പൊരു സാത്താനെതിരെ നീ പൊരുതി ജീവിക്കണം. ഈ ലോകത്തിൻ്റെ ദുരുപദേശം നീ പൊരുതി ജീവിക്കണം. ഈ ലോകത്തിൻ്റെ ആചാരങ്ങൾക്കെതിരെ നീ പൊരുതി ജീവിക്കണം. ഈ ലോകത്തിലെ ദുരുപദേശങ്ങളിൽ നീ പൊരുതി ജീവിക്കണം. സാത്താൻ നിന്റെ കുടുംബത്തെ തകർക്കാൻ വരുമ്പോൾ അതിനോട് നീ പൊരുതി ജീവിക്കണം. നിന്റെ മക്കളെ ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ അല്ലെങ്കിൽ നിന്റെ കുഞ്ഞാടുകളെ മേയിക്കണം. ലോകത്തോട് പൊരുതി നീ ജീവിക്കണം. ഹല്ലേലൂയ. അങ്ങനെയൊക്കെയാകട്ടോ ദൈവത്തിൻ്റെ വചനമൊക്കെ നമ്മൾ പഠിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവം നല്ല ഇടയനായിരിക്കുന്ന കർത്താവ് നമുക്ക് മുമ്പേ പോകണം. നല്ല ഇടയനായിരിക്കുന്ന കർത്താവ് നമുക്ക് മുമ്പേ യാത്ര ചെയ്യണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മീഖ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. മീഖ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഹല്ലേലൂയ, തകർക്കുന്നവൻ അവർക്ക് മുമ്പായി പുറപ്പെടുന്നു. അവൻ തകർത്ത് ഗോപുരത്തോടുകൂടി കടക്കുകയും പുറപ്പെടുകയും ചെയ്യും എന്ന്. ഹല്ലേലൂയ. അവരുടെ രാജാവ് അവർക്ക് മുമ്പായും, ഹല്ലേലൂയ, യഹോവ അവരുടെ തലക്കിലും നടക്കുമെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വിടുതൽ വാഗ്ദാനം ചെയ്യുവാണ്. മീഖാപ്രവാചകൻ ഇസ്രായേലിനൊരു വിടുതൽ വാഗ്ദാനം ചെയ്യുക. യാക്കോബേ, ഞാൻ നിനക്കുള്ളവരെ ഒക്കെയും ചേർത്തുകൊള്ളും. ഇസ്രായേൽ ശേഷിപ്പുള്ളവരെ ഞാൻ ശേഖരിക്കും. തൊഴുത്തിലെ ആടുകളെ പോലെ, മേച്ചൽപ്പുറത്തെ ആട്ടിൻകൂട്ടത്തെ പോലെ ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടും. ഹല്ലേലൂയ. ആൾപ്പെരുപ്പം ഹേതുവായി അവിടെ മുഴക്കമുണ്ടാവും. ഹല്ലേലൂയ. ഒരു കൂട്ടിച്ചേർപ്പിന്റെ അനുഭവത്തെക്കുറിച്ച് മേഘാപ്രവാചകരുടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഹല്ലേലൂയ, നിന്റെ മക്കളെ, നിന്റെ സഭയെ, നിന്റെ തലമുറയെ, ഹല്ലേലൂയ, സ്തോത്രം, ഇടയന്മാരുടെ കൂടാരങ്ങളരികെ നിന്റെ മക്കളെ, സഭയെ, നിന്റെ മേയിക്കണം. കുഞ്ഞാടുകളെ മേയിക്കണം. തകർക്കുന്നവൻ നമുക്ക് മുമ്പിലുണ്ട്. നിന്നെ തകർക്കുന്ന, നിന്നെ നശിപ്പിക്കുന്ന, നിന്നെ ഉടച്ചുകളെ, നിന്റെ തലമുറയെ, സഭയെ നശിപ്പിക്കുന്ന, നിന്റെ ജീവിതത്തെ ശുശ്രൂഷ തകർക്കുന്ന സാത്താന്യ ശക്തികൾ നിനക്ക് നേരെ എഴുന്നേൽക്കുമ്പോൾ ദൈവജനം തകർക്കുന്നവൻ അവർക്ക് മുമ്പായി പുറപ്പെടുന്നു. അവൻ തകർത്ത് ഗോപുരത്തിൽ കൂടി കടക്കുകയും പുറപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിലേക്ക് വരണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇസ്രായേലിലെ വിടുതൽ വാഗ്ദാനം ചെയ്യുക. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദേശനിവാസികൾ അടിമകളായി പ്രവാസത്തിലേക്ക് പോകുമെങ്കിലും ഒരു ചെറിയ ശേഷിപ്പിനെ ദൈവം അവരുടെ നാട്ടിലേക്ക് മടക്കി വരുത്തുമെന്നുള്ള വാഗ്ദാനമാണ് ഈ വാക്യങ്ങളിൽ നൽകുന്നത്. ഹല്ലേലൂയ. യഹോവ, ഹല്ലേലൂയ, അവരുടെ നല്ല ഇടയനായി ശോഭിക്കുന്നു. യഹൂദ ജനം ബാബേൽ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്നപ്പോൾ ഈ പ്രവചനം ഭാഗികമായി നിറവേറിയെന്ന് നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, വലിയ സ്തോത്രം. മേച്ചൽപ്പുറത്തെ ആട്ടിൻകൂട്ടത്തെ പോലെ ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടുമെന്ന് പറയുന്നത് സുവിശേഷ സന്ദേശത്താൽ യഹൂദ ജനം, ഹല്ലേലൂയ, പുറംജാതിയും ക്രിസ്തു, സുവിശേഷ സന്ദേശത്തിൽ യഹൂദനെയും പുറംജാതിയെയും ക്രിസ്തു ഒരേ ആട്ടിൻകൂട്ടമാക്കി തീർക്കുമെന്നുള്ളൊരു വലിയ സന്ദേശമാണ് ഇവിടെ മീഖാപ്രവാചകൻ നമുക്ക് നൽകുന്നത്.
ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ കർത്താവിലേക്ക് വരണം. നമ്മുടെ റോൾ മോഡൽ യേശു ആയിരിക്കട്ടെ. ഇവിടുത്തെ സിനിമാ നടന്മാരെ, കോമഡിക്കാരെ, ഇവിടുത്തെ റിയാലിറ്റി ഷോയിലുള്ളവർ നിന്റെ റോൾ മോഡലാക്കി. ഹല്ലേലൂയ. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും ഈ ലോകത്തിൽ സകല കോമാളി വേഷം കെട്ടുന്നവനെ നീ മാതൃകയാക്കരുത്. ഹല്ലേലൂയ. നീ മാതൃകയാക്കുന്ന യേശുവിനെ മാതൃകയാക്കണം. നീ അവൻ്റെ കാൽച്ചൂട്, യേശുവിൻ്റെ കാൽച്ചൂട് പിന്തുടരണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ശലോമോൻ നബി ശൂനേകാരത്തിയോട് പറയുമ്പോൾ ഇത്രമാത്രം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട്, അഭിനന്ദനം ചെയ്തുകൊണ്ട്, പരസ്പരം അഭിനന്ദനം ചെയ്തുകൊണ്ട് ഈ വചനം പറയുന്നത് എന്താണ്? നമ്മൾ ഉത്തമഗീത 1:8 വായിച്ചല്ലോ, സ്ത്രീകളിൽ അതിസുന്ദരിയെ നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാൽച്ചുവടുകളെ കാൽച്ചുവട് തുറന്ന് ചെന്ന് ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ നിന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. പുതിയ നിയമത്തിൽ ക്രിസ്തു സഭയാണെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ടൊരു മാനസാന്തരം ദൈവസഭയ്ക്ക് ആവശ്യമാണ്. ദൈവ മക്കൾക്കൊരു മാനസാന്തരം ആവശ്യമാണ്. ദൈവദാസന്മാർക്കൊരു മാനസാന്തരം ആവശ്യമാണ്. അവിടെ ഇവിടെയും കാട് കയറി നടന്ന് കണ്ടതും കേട്ടതും വിളിച്ചു പറയാതെ ദൈവ വചനത്തിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. ചില സഭയിലൊക്കെ ശുശ്രൂഷ കഴിയുമ്പം ചില വിശ്വാസികൾ എന്നോട് പറയും, എൻ്റെ പാസ്റ്റ ഇന്ന് മുഴുവൻ പറഞ്ഞ് യൂട്യൂബിലെ കാര്യങ്ങളാണ്, ഫേസ്ബുക്കിലെ കാര്യങ്ങളാണ്, മനോരമയിലെ കാര്യങ്ങളാണ് എന്നൊക്കെ പറയുന്ന അനുഭൂതി ശുശ്രൂഷ. നിന്നെ ദൈവസഭയുടെ ഇടയനാക്കി ദൈവം വെച്ചിരിക്കുന്ന യൂട്യൂബിലും ഫേസ്ബുക്കിലും വരുന്ന കാര്യങ്ങൾ പറയാനില്ല. മലയാള മനോരമയിലെ ദീപികയിലും കൗമുദിയിലും വാർത്തകൾ വായിച്ചു കേൾപ്പിക്കാൻ എൻ്റെ വിശ്വാസം തീർത്തിരിക്കുന്നത്, നിന്നെ ഇടയനാക്കി വെച്ചിരിക്കുന്നത്. ദൈവം നിനക്ക് തന്നിരിക്കുന്ന സത്യവേദപുസ്തകങ്ങളുടെ ജീവിതത്തിൻ്റെ ആരംഭം തൊട്ട് നിനക്ക് എത്ര വയസ്സുകൂടെ ജീവിക്കാൻ പറ്റുമോ, എത്ര നാൾ ഇടയനായിരിക്കും, അത്രയും കാലം ശുശ്രൂഷിച്ചാലും തീരാത്ത പോലെ ദൈവത്തിൻ്റെ വചനത്തിൽ സത്യസന്ധമായ ദൂതുകൾ ദൈവം നിന്റെ കരങ്ങളിൽ നിന്റെ തന്നിട്ടുണ്ട്. അല്ലേ? അത് വേണം സഭ സംസാരിക്കാൻ. പല സഭയ്ക്കകത്തും ഇങ്ങനെയുള്ള ചിന്താഗതികളുണ്ട്. ഗൾഫിൽ പോയതും വന്നതും തിന്നതും കുടിച്ചതും കിടന്നതും ഉറങ്ങിയതും എല്ലാം വിളിച്ചു പറയാനുള്ളതല്ല സഭ. സഭ ദൈവത്തിൻ്റെതാണ്. അല്ലേ? സഭ ദൈവത്തിൻ്റെതാണ്. വിശുദ്ധമായി സൂക്ഷിക്കണം. സഭയ്ക്കകത്ത് വരുന്ന കുഞ്ഞാടുകൾക്ക് ദൈവം വചനം ഭക്ഷണമായി കൊടുക്കണം. ഹല്ലേലൂയ. ദൈവം വചനം ഭക്ഷണമായി കൊടുക്കുമ്പോഴാണ് കുഞ്ഞാടുകൾ വചനം കേട്ട് വളരുകയുള്ളൂ. വചനം ഭക്ഷണമായി അവരുടെ ജീവിതത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ കുറവുകൾ മനസ്സിലാക്കി അവർ തെറ്റുകൾ തിരുത്തി ദൈവസഭയ്ക്കകത്ത് ശുദ്ധീകരണം, കുടുംബത്തിൽ ശുദ്ധീകരണം, വ്യക്തികളിൽ ശുദ്ധീകരണം ഉണ്ടാകും. രക്തം ചെയ്യും. ഇന്നത്തെ കാലങ്ങളിൽ സഭയിലും തകർന്ന തരിപ്പണമായി കിടക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന് ഒരു ഇടയൻ്റെ യോഗ്യത എന്ത്? ഒരു ഇടയൻ്റെ യോഗ്യത എന്ത്? അവൻ ആടുകളുടെ മുമ്പിൽ നടക്കണം. ആടുകൾ അനുഗമിക്കേണ്ട പാതയിലൂടെ നടക്കണം. അല്ലേ? ഒരു ഇടയൻ്റെ യോഗ്യത ആടുകൾക്ക് മുമ്പിൽ നടക്കണം. ആടുകൾ ഇടയനെ അനുഗമിക്കേണ്ട യോഗ്യത ഇടയനുണ്ടായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അത് രോഗികളെ സൗഖ്യമാക്കുവാനും അശുദ്ധാത്മാക്കളെ തുരത്തുവാനും അത്ഭുതങ്ങൾ പ്രവർത്തിപ്പാനും മുന്നോട്ട് വന്നവനാണ് യേശു. യേശു രോഗികളെ സൗഖ്യമാക്കാൻ, ഭൂതങ്ങളെ തുരത്തി ഓടിക്കുവാൻ, കുരുടനെ കാഴ്ച കൊടുക്കാൻ, ചെക്കിട്ടിന് കേൾവി കൊടുക്കാൻ, മരിച്ചവരെ എഴുന്നേൽപ്പിക്കുവാൻ, ജനത്തിന് പുതിയ ജീവിതം കൊടുക്കാൻ, നിത്യജീവനെ നൽകി കൊടുക്കാൻ വേണ്ടി സ്വർഗ മഹിമകളെ വിട്ട് ഭൂമിയിലേക്ക് വന്ന കാലഘട്ടത്തിൽ സകല ജനത്തിന് റോൾ മോഡലായി അവർക്ക് മുമ്പിൽ മാതൃകയെ ആടുകൾ ഇടയനായി മുമ്പേ നടന്ന നിത്യജീവന്റെ വചനങ്ങളെ നൽകിക്കൊടുത്ത യേശുക്രിസ്തുവിന്റെ ഇടയനായി നിന്റെ ദൈവസഭ വെച്ചിരിക്കുമ്പോൾ നീ ആടുകൾക്ക് മാതൃകയുള്ളവനായിരിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ വചനം നമുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഹല്ലേലൂയ, ക്രൂശിനെ നോക്കി ധീരതയോടെ മുന്നോട്ട് പോയവനാണ് യേശു. ക്രൂശിനെ നോക്കി മുന്നോട്ട്. മരണം തൻ്റെ മുമ്പിലുണ്ടായിരിക്കട്ടും, ഈ ലോകം തന്നെ ക്രൂശിക്കുമെന്നറിഞ്ഞിട്ടും, താൻ ഇവിടെ മരിച്ചിറക്കപ്പെട്ട് ഉയർത്തി നിൽക്കുന്ന ജനത്തിൻ്റെ പാപങ്ങൾ മുഴുവൻ താൻ വഹിക്കേണ്ടി വരുമെന്നറിഞ്ഞിട്ടും ക്രൂശിനെ നോക്കി ധീരതയോടെ മുന്നോട്ട് യാത്ര ചെയ്ത യേശുവാണ് നമ്മുടെ മാതൃക. ഹല്ലേലൂയ. അവൻ നിനക്ക് ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകിയ ഉത്തമനായ ഒരുവനുണ്ടെങ്കിൽ അവൻ യേശു കർത്താവാണ്. ആടുകൾക്ക് വേണ്ടി ഭൂമിയിലെ സകല ജനത്തിനും വേണ്ടി ജീവൻ നൽകിയവൻ യേശുക്രിസ്തു മാത്രം. മറ്റൊരു മതത്തിനും പറയാൻ കഴിയത്തില്ല, മറ്റൊരു സംഘടനയ്ക്കും പറയാൻ കഴിയും, മറ്റൊരു പ്രമാണത്തിനും പറയാൻ കഴിയത്തില്ല. ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകിയത് ഞങ്ങളുടെ ഇടയനാണെന്ന് ഇവിടെ ലോകത്തിൽ ആർക്കും പറയാൻ കഴിയത്തില്ല. പക്ഷേ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകിയത് കർത്താവ് യേശുക്രിസ്തു മാത്രമാണെന്ന്. അല്ലേലും ഞങ്ങൾ ധൈര്യത്തോടെ വിളിച്ചു പറയാന്നേ, ഞങ്ങൾ പറയാൻ കഴിയും. കാരണം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയത് ഞങ്ങളുടെ യേശുവാണ്. ഞങ്ങൾക്ക് മാതൃകയായിട്ട് നിൽക്കുന്ന യേശുവാണ്. ഞങ്ങളുടെ റോൾ മോഡൽ യേശുവാണ്. അതുകൊണ്ട് ഞങ്ങൾ കാൽച്ചുവട് പിന്തുടരുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ ജീവിതത്തെ ക്രിസ്തുവിന് വിട്ടുകൊടുക്കണം.
നിന്റെ കുടുംബത്തെ യേശു വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. പരസ്പരം വന്ദിച്ചും അഭിവാദ്യം ചെയ്തും അഭിനന്ദിച്ചും പരസ്പരം പുകാമേലുയ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ചും ആദരിച്ചും തമ്മിൽ തമ്മിൽ ചേർന്നിരിക്കണം. ക്രിസ്തുവും സഭയും ഇടയനും സഭയും ഹല്ലേലൂയ. രക്തം ചെയ്യും ആരുടെയും കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിച്ച് ദൈവസഭയ്ക്കകത്ത് ഇരുളിൻ്റെ ആധിപത്യങ്ങൾ കടന്നു വരരുത്. കുറ്റവും കുറവും പറയുമ്പോൾ സഭയ്ക്കകത്ത് പ്രതികാരത്തിന് ശുശ്രൂഷ നടക്കും. കുടുംബത്തിനകത്ത് കുറ്റം പറയുമ്പോൾ ഇരുളിൻ്റെ ആധിപത്യം സഭയ്ക്കകത്ത് കുടുംബത്തിനകത്ത് വ്യക്തികളിലേക്ക് പ്രവേശിക്കും. അവിടെ പിന്നെ ഇരുള് വ്യാപിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് വെളിച്ചമായ ക്രിസ്തു നിന്റെ സഭയുടെ ഇടയനായി നിന്റെ സഭയ്ക്കകത്തുള്ളപ്പോൾ ആ വെളിച്ചമായ ക്രിസ്തുവിനെ ആ വെളിച്ചത്തിൽ തന്നെ നിങ്ങൾ അനുഗമിക്കണം. രക്തം ചെയ്യാം. ഹല്ലേലൂയ. അത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്തോത്രനെ കേൾക്കുന്ന സ്നേഹിതേ, രൂത്ത് പ്രകാരം പറഞ്ഞു. ഹല്ലേലൂയ. സ്തോത്രം രൂത്ത് പറയുകയാണ്, നിന്നെ വിട്ടു പിരിവാനും ഹല്ലേലൂയ നിന്നെ വിട്ട് പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ദൈവം നിന്റെ ജനം ഹല്ലേലൂയ എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് രൂത്ത് 1:16 പറയുന്ന കാണാൻ കഴിയും. എന്നെ കേൾക്കുന്ന പറയാം, വിവരിക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് കർത്താവിനെ നിങ്ങൾ അനുഗമിക്കണം. ഹല്ലേലൂയ. വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ഉത്തമഗീതം. ഹല്ലേലൂയ. 1:8 സ്ത്രീകളിൽ അതിസുന്ദരിയെ നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാൽച്ചൂടെ തുറന്നു ചെന്ന് ഇടയന്മാരുടെ കൂടാരങ്ങൾ അരികെ നിന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അത് ഇടയന്മാരുടെ കൂടാരങ്ങൾ അരികെ നിന്റെ കുഞ്ഞാടുകളെ ദൈവസഭയോട് ചേർന്ന് നിന്റെ മക്കളെ നീ വളർത്തിയെടുക്കണം. കണ്ണുകളടച്ചാട്ട് ഇന്ന് ലോകം മുഴുവൻ പാപത്തിന് ശാപത്തിന് നിറഞ്ഞ് ദൈവത്തിന് അകന്നുകൊണ്ടിരിക്കുമ്പോൾ ഉപദേശ പിശകൾ സഭയ്ക്ക് ദുരുദ്ദേശം കയറി അനേകരും വലിച്ചുകൊണ്ട് സാത്താൻ പോകുമ്പോൾ ഈ ലോകത്തിന്റെ പാപസൂങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ ദൈവസഭ ക്രിസ്തുവിനോട് ചേർന്ന് പണിയപ്പെടട്ടെ. പരിശുദ്ധങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ലോകരാജ്യം 800 കോടിയിലും ജനം തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത അന്യസ്ഥാന തൊഴിലാളികൾ കർത്താവ് രാജ്യരാഷ്ട്ര തലന്മാർ രാജാക്കന്മാർ രാജ്യമാർ പ്രധാനമന്ത്രി പ്രസിഡന്റ് ഗവർണർ പട്ടാള മേധാവി ഗോത്രങ്ങൾ ദ്വീപുകളെ ആദിവാസി ട്രൈബൽ മേഖലയായിരിക്കുന്ന സകലമേലും പൊതുവെ ആരോഗ്യ വിദ്യാഭ്യാസ സാമ്പത്തിക മേഖല കരസേന വ്യോമസേന നാവികസേന ക്രമസമാധാന പാലക അതിർത്തികൾ അക്കാക്കുന്നതിനെയാണ് പോലീസ് രജിസ്ട്രേഷൻ ജുഡീഷ്യൽ വിഭാഗങ്ങൾ മത സാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയ രംഗങ്ങൾ സൈനിസ്റ്റ് എഞ്ചിനീയർമാർ അടക്കമുള്ള എല്ലാ ഭരണപക്ഷ പാർട്ടികളെയും കടലോരവാസികളെ തീരദേശങ്ങളിൽ ജീവൻ ജീവിക്കുന്ന മത്സ്യത്തിനെ കടന്നുപോയിരിക്കുന്നവർ കർഷകനെ വെക്കാൻ വോട്ടർ യൂണിയൻ രംഗത്ത് എല്ലാ ടൈസൂട്ട ഡ്രൈവേഴ്സിനെയും കടലിലും കരിയിലും വാഹനങ്ങൾ സെയിൽസ് ചെയ്യുന്നവർക്കായി പാടത്തും പറമ്പിലും കോറിയിലും കല്ലോടും മണ്ണോടും പണിയെടുത്ത് ചോര വീർപ്പാക്കി അധ്വാനിക്കുന്നവർ, തീവ്രവാദികൾ, ഭീകരവാദ വർഗീയവാദികൾ, സുവിശേഷ വിരോധികൾ, കർത്താവ് മാനസാന്തരം മടങ്ങി വരുവാൻ ദൈവമില്ലെന്ന നിരീശ്വരവാദി യുക്തിവാദികൾ മാനസാന്തരപ്പെടാനായി എല്ലാ ദുരുപദേശങ്ങളും മാനസാന്തരപ്പെടുവാൻ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് ഐശ്വര്യം ബാലികൗമാരി യുവനത്തിൽ വാർത്ത അനുഭവത്തിൽ രസന യാചകർ ഓർഫനേജോടെ ജോലി തടവറയിലായിരിക്കും ജനത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ് ക്ഷീരമേഖലയിലും കാർഷിക മേഖലയിലും ചെറുതും വരുന്ന എല്ലാ വ്യാപാരി വ്യവസായ വഴിയോര കച്ചവടക്കാരെ എല്ലാവരും ഓർക്കണം. കർത്താവിൻ്റെ വേല സ്നേഹിച്ച് കർത്താവിൻ്റെ നേരിയ നാമി വിദേശത്തും സ്വദേശം വേല ചെയ്യുന്ന ഇന്ത്യയിൽ സംസ്ഥാന ദൈവദാസിദാസന്മാർ വിദേശ രാജ്യത്തായിരിക്കുന്നവർക്കായി വലിയ കഷ്ടതയുടെ രോഗികളായി കടന്നു പോയിരിക്കുന്നവർ എല്ലാവരും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥി എല്ലാ ജനത്തെയും കർത്താവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ലോകത്തിന്റെ പാപം വിട്ട് ദുരുദ്ദേശം വിട്ട് മടങ്ങി വന്ന് ക്രിസ്തുവിനെ അനുഗമിപ്പാൻ സഭയോട് ചേർന്നേൽപ്പാൻ ഈ ജനത്തെ ഒരുക്കണമേ. സകല ദുർമാർഗം വിട്ട് മടങ്ങി വരുവാൻ ഈ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ നാമം വിളിക്കപ്പെടുക എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥന ദുർമാർഗങ്ങൾ വിട്ട് തിരിഞ്ഞ് വചനം വായിക്കുന്ന പോലെ ഈ സകല ജനങ്ങൾ ദുർമാർഗങ്ങൾ വിട്ട് തിരിഞ്ഞ് ദൈവസഭയോട് ചേർന്ന് ഇടയന്മാരോട് ചേർന്ന് ദൈവത്തെ മഹത്വത്തിൽ നിത്യജീവനെ പ്രാപിച്ചുകൊണ്ട് ആ സ്വർഗരാജ്യത്തിന്റെ അനുഭവത്തിന് ജീവിപ്പാൻ ഈ ഭൂമിയിൽ അവർക്ക് വെളിപ്പാടുകൾ കൊടുക്കണമേ, മാനസാന്തരം കൊടുക്കണമേ, ഒരു മടങ്ങികൾ കൊടുക്കണമേ. മദ്യത്തിന്റെ ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്ന കുടുംബം തകർന്നു കുടുംബം ചിന്നപിന്നെ കടക്കണിയിൽ കടന്നു പോകുന്ന മാൻമുഖത്തിന്റെ വക്കിൽ എത്തി നിൽക്കുന്നവർ, വിവിധ കഷ്ടതയിലൂടെ കടന്നു പോകുന്നവർ, പാരമ്പര്യത്തിന്റെ ശാപങ്ങൾ, ബന്ധനങ്ങൾ, സാത്താനിപ്പോൾ പ്രലോഭനത്തിന്റെ വീട് കിടക്കുന്ന അനവധി ജീവിതങ്ങൾ ഇതുപോലെ വിടിവിക്കപ്പെടുവാൻ ഞങ്ങൾ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. സകല മുഖത്ത് എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.